ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പത്തനംതിട്ടയിൽ ബിജെപിയുടെ പ്രതിഷേധ മാർച്ച് തത്സമയം. മിഥുൻ മുരളി ഒപ്പം ചേരുന്നുണ്ട്. മിഥുൻ, വലിയ പ്രതിഷേധമാണ് വരുന്നത്. മുതിർന്ന ബിജെപി നേതാവ് കുമ്മനം രാജശേഖരനാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുക. രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തിന്റെ അലയൊലി അടങ്ങുന്നില്ലെന്നും കൃഷിരാജ് ശക്തമായ പ്രതിഷേധമാണ് ഈ ദിവസങ്ങളിൽ ബിജെപിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. മന്ത്രിയുടെ രാജിയിൽ കുറഞ്ഞ ഒന്നും ബിജെപി ആവശ്യപ്പെടുന്നില്ല. മന്ത്രി രാജിവെക്കണം, പുറത്തു പോകണം, മന്ത്രി സ്ഥാനത്ത് തുടരാൻ അർഹയല്ല. ഇക്കാര്യങ്ങളൊക്കെ നിരന്തരം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ബിജെപി ശക്തമായ പ്രതിഷേധവുമായി പത്തനംതിട്ടയിൽ രംഗത്തിറങ്ങുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ബിജെപിയുടെ ശക്തമായ പ്രതിഷേധം കണ്ടതാണ്. പോലീസിനെ ഉപയോഗിച്ച് ഈ പ്രതിഷേധങ്ങളെല്ലാം അടിച്ചമർത്താനാണ് ശ്രമം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ബിജെപി നടത്തിയ പ്രതിഷേധത്തിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്യും മുൻപേ വീണ ജോർജിന്റെ അങ്ങാടിക്കലിലേക്കുള്ള വീട്ടിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് പോലീസ് അടിച്ചമർത്തുകയായിരുന്നു. ഏകദേശം 5 മിനിറ്റ് സമയം പോലും അനുവദിക്കാതെ അതിനുള്ളിൽ തന്നെ മുഴുവൻ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം ബിജെപിയുടെ പ്രതിഷേധ മാർച്ചിൽ കണ്ടത്. ഇന്ന് വളരെ ശക്തമായ പ്രതിഷേധമാണ്. മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ അല്പസമയത്തിനുള്ളിൽ ജനറൽ ആശുപത്രിയിലേക്ക് ഈ പ്രതിഷേധ മാർച്ച് എത്തുമ്പോൾ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. ശക്തമായ പ്രതിഷേധവുമായി ബിജെപി പ്രവർത്തകർ അണിനിരക്കുന്നു. ബിജെപി ജില്ലാ അധ്യക്ഷൻ VS സൂരജിന്റെ നേതൃത്വത്തിൽ വലിയ പ്രകടനമായി അബാൻ ജംഗ്ഷനിൽ നിന്നും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാർച്ച് നീങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന ആ മാർച്ച് പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താനാണ് ശ്രമം നടന്നത്. ഇത്തവണ വളരെ ശക്തമായ പ്രതിഷേധവുമായി ബിജെപി മുന്നോട്ട് പോവുകയാണ്. വരും ദിവസങ്ങളിലും മന്ത്രിയുടെ രാജി തന്നെയല്ലേ ആവശ്യം? പോലീസിനെ ഉപയോഗിച്ചല്ല, ഏത് മാർഗം ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിച്ചാലും ഈ സമരവുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി പ്രദേശത്ത് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പാവപ്പെട്ട ഒരു വീട്ടമ്മ മരിച്ചിട്ട് അവർക്ക് യാതൊരു ദുഃഖവുമില്ല എന്നുള്ളതാണ് ഏറ്റവും കാര്യം. പത്തനംതിട്ട ജില്ലയിലെ തന്നെ എല്ലാ ആതുരാലയങ്ങളും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ജില്ലാ ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ രോഗികൾക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കോന്നി മെഡിക്കൽ കോളേജിന് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത പണം പോലും വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ ഈ ഗവൺമെന്റിനോ ഈ ആരോഗ്യവകുപ്പ് മന്ത്രിക്കോ സാധിക്കത്തില്ല. മൊത്തം അഴിമതി മാത്രമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വീണ ജോർജ് ജനങ്ങളുടെ വേണ്ടി ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. ഇവിടുത്തെ ആതുര ശുശ്രൂഷ തകർത്ത് തരിപ്പണമാക്കുകയാണ് വീണ ജോർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ തവണ നടന്ന സമരമുണ്ടല്ലോ, അത് പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ബിജെപി നടത്തിയ പ്രതിഷേധം അത് ജില്ലാ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യും മുൻപെയാണ് പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തിയത്. പോലീസിന്റെ അതിക്രമത്തോട് എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസം കൊടുമണ്ണിലെ വീണ ജോർജിന്റെ വസതിയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി നടത്തിയ മാർച്ച്, ആ മാർച്ച് നടത്താൻ പോലും സമ്മതിക്കാതെ പ്രവർത്തകരെ അതിക്രൂരമായിട്ട് പീഡിപ്പിക്കുന്ന സമീപനമാണ് കണ്ടത്. മാർച്ച് നടത്താൻ പോലും ഇവർക്ക് പേടിയാണ്. ജനങ്ങളോട് എന്തോ കാര്യങ്ങൾ തുറന്നു പറയുകയാണെങ്കിൽ എന്നുള്ള പേടി കൊണ്ട് ആ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടൊന്നും ഭാരതീയ ജനതാ പാർട്ടി ഭയപ്പെടത്തില്ല. വീണ ജോർജ് രാജിവെക്കുന്നതുവരെ ഈ സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും. വീണ ജോർജിന് ശക്തമായ പ്രതിരോധം എത്തിക്കൊണ്ട് വീണ ജോർജിനെ ഏതൊരു വിധനയും രക്ഷിക്കുമെന്ന് CPM പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലാ കമ്മിറ്റി. അതിനോടൊക്കെയാണ് ബിജെപി ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പത്തനംതിട്ടയിൽ വലിയ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയാണ് ബിജെപി. ആരോഗ്യമന്ത്രി രാജിവെക്കും വരെ പ്രതിഷേധം തുടരും എന്ന് തന്നെയാണ് ബിജെപി നേതൃത്വം അറിയിക്കുന്നത്. ജാതിയും മതവും രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി ഒരു പാവപ്പെട്ട വീട്ടമ്മ ജീവന് വേണ്ടി തടഞ്ഞപ്പോൾ കോൺക്രീറ്റ് കട്ടയ്ക്കുള്ളിൽ കിടന്നുകൊണ്ട് ജീവന് വേണ്ടി യാചിച്ചപ്പോൾ ആ വീട്ടമ്മയെ മരണത്തിലേക്ക് തള്ളിവിടാൻ കാരണക്കാരിയായ വീണ ജോർജ് എന്ന മഹാഭാവി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ ജോർജിന് നേരെ കൊലക്കുറ്റം ചുമത്തണമെന്ന് പിണറായിയോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ജില്ലാ കമ്മിറ്റി നയിക്കുന്ന ജനറൽ ആശുപത്രിയിലേക്ക് നടത്തുന്ന പ്രതിഷേധ മാർച്ച് ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരികയാണ്. തന്റെ മക്കളെ പോറ്റുവാൻ, തന്റെ മക്കളെ പഠിപ്പിക്കുവാൻ, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഒരു കടയിൽ പോയി കൂലിവേല ജീവിച്ചുവെന്ന ബിന്ദു എന്ന പാവപ്പെട്ട വീട്ടമ്മയെ മരണ
കാട്ടാളത്തിയായ വീണ ജോർജ് രാജിവെക്കൂ. കാട്ടാളത്തിയായ വീണ ജോർജ് എന്ന മഹാഭാവി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. ജീവന് വേണ്ടി കിടയുമ്പോൾ, ജീവന് വേണ്ടി യാചിക്കുമ്പോൾ ഇടിഞ്ഞു വീണ് കോൺക്രീറ്റ് കട്ടകളിൽ നിന്ന് അവരെ രക്ഷിക്കുവാൻ ഓടിക്കൂടി നാട്ടുകാർ ശ്രമിച്ചപ്പോഴും വേണ്ട, അതിനിടയിൽ ആരുമില്ല എന്ന് ബോധപൂർവം പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ പോലും പിന്തിരിപ്പിക്കാൻ കാരണക്കാരിയായ കാട്ടാളത്തിൽ വീണ ജോർജ് എന്ന ഫാഷൻ ഷോക്കാരി മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ ജോർജിനെതിരെ 302 വകുപ്പ് അനുസരിച്ച് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ജില്ലാ കമ്മിറ്റി നയിക്കുന്ന പ്രതിഷേധ മാർച്ച്, ജനറൽ ആശുപത്രിയിലേക്കുള്ള പ്രതിഷേധ മാർച്ച് ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരികയാണ്. തന്റെ 2 മക്കളെ പഠിപ്പിക്കുവാനും ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഒരു കടയിൽ പോയി കൂലിവേല ചെയ്ത് ജീവിച്ചു വന്ന ബിന്ദു എന്ന പാവപ്പെട്ട വീട്ടമ്മ തന്റെ മകളുടെ ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രിയിൽ കഴിയവേ 2 വർഷം മുമ്പ് പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞ കെട്ടിടം ഇടിഞ്ഞു വീണപ്പോൾ ആ കെട്ടിടത്തിനടിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ ഓടിക്കൂടിയ നാട്ടുകാരെ പോലും പിന്തിരിപ്പിച്ചുകൊണ്ട് പോലീസിനെ കൊണ്ട് വടം കെട്ടി അവിടെ ബന്ധോസാക്കി ഹിന്ദു എന്ന വീട്ടമ്മയെ കൊല്ലാൻ മരിക്കാൻ കാരണക്കാരിയായ കാട്ടാളത്തിയായ വീണ ജോർജ് രാജിവെക്കൂ. വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒറ്റക്കഞ്ചൻ പിണറായി വിജയ 302 വകുപ്പ് അനുസരിച്ച് കേസെടുക്കുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ജില്ലാ കമ്മിറ്റി നയിക്കുന്ന പ്രതിഷേധ മാർച്ച് ജനറൽ ആശുപത്രി പരിസരത്തേക്ക് വരികയാണ്. ബഹുമാന്യരെ, പാവപ്പെട്ട വീട്ടമ്മയുടെ ജീവനെടുക്കാൻ കാരണക്കാരിയായ മഹാഭാവിയായ വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ ജോർജിനെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ജനറൽ ആശുപത്രിയിലേക്ക് നടത്തുന്ന പ്രതിഷേധ മാർച്ച് ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. ബിന്ദു എന്ന വീട്ടമ്മ ജീവന് വേണ്ടി ആദിച്ചപ്പോൾ, ജീവന് വേണ്ടി പറഞ്ഞപ്പോൾ, നാട്ടുകാർ ഓടിക്കൂടി രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനടിയിൽ ആരുമില്ല, ഇവിടെ ആരും കേറണ്ട എന്ന് പറഞ്ഞ് നാട്ടുകാരെ പിന്തിരിപ്പിച്ച മഹാഭാവിയായ രാക്ഷസിയായ കാട്ടാളത്തിയായ വീണ ജോർജ് രാജിവെക്കൂ. വീണ ജോർജിനെ പുറത്താക്കൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ജില്ലാ കമ്മിറ്റി നയിക്കുന്ന പ്രതിഷേധ മാർച്ച് ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. ബഹുമാന്യരെ, പാവപ്പെട്ട വീട്ടമ്മ, പാവപ്പെട്ട ബിന്ദു എന്ന വീട്ടമ്മ, വീട്ടമ്മയെ മരിക്കാൻ കാരണക്കാരിയാക്കിയ, വീട്ടമ്മയെ മരണത്തിലേക്ക് തള്ളിവിട്ട കോൺക്രീറ്റ് കത്തുകൾക്കിടയിൽ കിടന്ന് ജീവന് വേണ്ടി പിടയുമ്പോൾ നാട്ടുകാരെ പോലും പിന്തിരിപ്പിച്ചുകൊണ്ട് ബിന്ദുവിനെ മരണത്തിലേക്ക് തള്ളിവിട്ട മഹാഭാവിയായ വീണ ജോർജ്. BJPയുടെ സംസ്ഥാന വ്യാപക പ്രതിഷേധമാണ്. പ്രതിഷേധം വിരമിക്കുകയാണ്. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇപ്പോൾ പത്തനംതിട്ടയിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്.